പരിശുദ്ധാത്മാവെ അവരുടെ മേൽ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണമേ. സ്വർഗീയ സമാധാനത്താൽ അവർ നിറയപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലൂയ. കടന്നു വരുവാനുള്ള എല്ലാവരെയും പരിശുദ്ധാത്മാവ് വേഗം കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം കർത്താവെ. ദൈവശബ്ദം ഇത് ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ ദൂത് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും പണിയുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല കർത്താവടിയനെ കുഞ്ഞിനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുത്. തിരുരക്താൽ ഞങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനയാചനെ അപ്പച്ചക്കിട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തു. നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ. ചില സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാനുണ്ടല്ലോ. അത് കഴിഞ്ഞ് വചനത്തിലേക്ക് കടക്കാം. ഇന്ന് രാത്രി അഭിഷിക്തൻ ശക്തമായ നമ്മുടെ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു അഭിഷിക്തനാണ് കടന്നു വരുന്നത്. എല്ലാം കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെ പോഷിപ്പിക്കാൻ പോകാം. നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ആമേൻ. സ്തോത്രം. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തിടമേ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തിടമേ. കുശവൻ ആശ്വസിക്കും നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ നിൻ മൊഴികൾ ദൈവമക്കളെ, ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങളുമായി പങ്കിടട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് വചനം ധ്യാനിക്കാം.
ഈ ടെസ്റ്റിമണി ഞാൻ വെച്ച് ചാനലിൽ ഇടണ്ടാന്ന്. സോ ഐ എം നോട്ട് റെക്കോർഡ്. ടെറിട്ടറി കടക്കാൻ സമ്മതിക്കത്തില്ല, ഉയർച്ചയിലേക്ക് കടക്കാൻ സമ്മതിക്കത്തില്ല എന്ന് വാദിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾ വിശ്വാസത്തോടെ കാൽവെക്കുക. ഹല്ലേലൂയ, കർത്താവ് വലിയ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. സോ ദിസ് ഈസ് ദ ടെസ്റ്റിമണി. ഇതാണ്. എനിക്ക് കൂടുതൽ പോകാൻ സമയമില്ല, കാരണം നമുക്ക് വചനം ധ്യാനിക്കാൻ സമയം കിട്ടത്തില്ല. ഇപ്പൊ തന്നെ 7:15. നമുക്ക് വചനത്തിലേക്ക് വേഗം കടക്കാം. ഹല്ലേലൂയ. സോ നമ്മുടെ റോമാലേഖനം 8:4 വായിക്കുന്നത്, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടത് തന്നെ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എല്ലാവരും നീതീകരണം ലഭിച്ചവരാണ്. ഹല്ലേലൂയ. ഓ, നീതീകരണം പ്രാപിച്ച, we are all righteous. ഹല്ലേലൂയ. നമ്മള് അങ്ങനെ ഉള്ളവർ എങ്ങനെ നടക്കണം? ഹല്ലേലൂയ. ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് പറയുവാണ്, ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ജീവിതമല്ല, രക്ഷിക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവിനാൽ ജഡത്തെ ജയിച്ച് നമ്മൾ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ അവിടെ കാണുന്നത് മനുഷ്യൻ ജഡത്തെ അനുസരിച്ച് കഴിയുന്നവരാണ്. 7-ാം അധ്യായം നമ്മൾ നോക്കിയാൽ മനുഷ്യനെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരായത് അതുകൊണ്ട് ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന നീതി നിവർത്തിപ്പാൻ അവന് കഴിയുന്നില്ല. എന്നാൽ നമ്മൾ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ മനുഷ്യൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാകൊണ്ട് ആത്മാവിൽ അവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ജഡത്തിന്റെ മോഹം അവന് നിവർത്തിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, we have got എന്താ പറയാ, ഒരു 3 ടൈപ്പ് ഓഫ് ഇതുണ്ട്. മീൻസ് ബയോസ് ഉണ്ട് നമ്മളിലല്ല. ബയോസ് ഉണ്ട്, സൈക്കേ ഉണ്ട്, സോയ ഉണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും, നമ്മൾ സോയ ലൈഫ് ലിവിങ്. എന്താണ് ഈ ബയോസ്? ബയോസ് മീൻസ് ഇറ്റ്സ് എ ഫിസിക്കൽ ലൈഫ്. നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഫിസിക്കൽ ലൈഫിനെയാണ് നമ്മൾ ബയോസ് എന്ന് പറയുന്നത്. സൂക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾ ലൈഫ്, നമ്മുടെ മൈൻഡ്, വില്ല്, ഇമോഷൻസ്, നമ്മുടെ പേഴ്സണാലിറ്റി. സോയ ലൈഫ് എന്താണ്? ഡിവൈൻ ലൈഫ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ വചനം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, we are being crucified with Christ. It's not we who lives, Christ is living through us. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ നമ്മൾ അലൗ ചെയ്യുക. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞായിരുന്നു, നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു. ഇനി നമ്മുടെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അലൗ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരാണെന്ന് ആക്ച്വലി നമ്മൾ ഓരോരുത്തരും നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ചിന്തകൾ ആക്ച്വലി ഈ ഉണർവിനോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ, ഹല്ലേലൂയ, we have to be renewed. എന്താ പറയാ, നമ്മുടെ മൈൻഡ് റിന്യൂഡ് ആവണം. നമ്മുടെ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ ആ ഒരു സോയ ലൈഫ് ജീവിക്കാൻ സമ്മതിക്കാത്തത്. ഹല്ലേലൂയ. ആത്മസ്വഭാവം ഉള്ളവർ അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അവർ ആത്മീയമായത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഹല്ലേലൂയ. നമ്മൾ എന്താണ് ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആകുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഹല്ലേലൂയ. ആ ഒരു സ്പിരിച്വൽ മാൻ അവൻ ആത്മാവിന്റെ ചിന്തകൾ ചിന്തിക്കുന്നവരായിരിക്കണം. അവൻ യേശുക്രിസ്തുവിൽ ഉള്ളവരായിരിക്കണം. ആത്മനിറവോടെ ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവമുള്ളവരായിരിക്കണം. ആത്മാവിന്റെ 9 ഫലങ്ങളും അവരിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആത്മസ്വഭാവമുള്ളവരുടെ അന്ത്യം ജീവനും സമാധാനവുമാണ്. ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്ന മക്കളെ, ഞാൻ പറഞ്ഞതല്ല. ഹല്ലേലൂയ. എന്നാൽ ജഡ സ്വഭാവമുള്ളവരുടെ അവസാനം എന്ന് പറയുന്നത് മരണമാണ്. ഹല്ലേലൂയ. നമ്മൾ വചനം വായിച്ചാൽ നമുക്കറിയാം, ലോക സ്നേഹം ദൈവത്തിന് ശത്രുത്വമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നമ്മള് ദൈവസഭയെ വന്നിട്ട്, ഹല്ലേലൂയ, നമ്മൾ ദൈവവുമായിട്ടൊരു ക്ലോസ് ഇന്റിമസി ഫെലോഷിപ്പ് ഇല്ല എങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ് ദൈവമക്കളെ. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഇതാണ് വാസ്തവം. ഹല്ലേലൂയ. Do we have the close intimacy with Christ? Hallelujah.
എങ്കിൽ മാത്രമേ ആ ജീവൻ ലൈഫ് നമ്മളിലേക്ക് ഒഴുകത്തുള്ളൂ. ലൈഫ് നമ്മളിലേക്ക് ഒഴുകിയാൽ മാത്രമേ നമുക്ക് ജഡത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയ. യൂദാലേഖനം 20:21 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നിറവിൽ നമ്മൾ ജീവിക്കണം. സ്പിരിച്വൽ ക്രിസ്തുവിൽ വളരുന്നവരാണ്. ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ മാൻ, ക്രിസ്തുവിന്റെ മനസ്സ് ആരിൽ കാണുന്നുവോ അവനാണ് സ്പിരിച്വൽ മാൻ. ഹല്ലേലൂയ. താഴ്മ, വിനയം, സൗമ്യത, ദൈവവചനം അനുസരിക്കുക, ദൈവത്തിന് കീഴടങ്ങുക. ഹല്ലേലൂയ. അതാണ് ഒരു ആത്മീയന്റെ ലക്ഷണങ്ങൾ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ, ഹല്ലേലൂയ, ആക്ച്വലി നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ we are not spiritual people. Hallelujah. വചനം വരുന്ന ലോകത്തിന്റെ മോഹവും ഹല്ലേലൂയ വിട്ടുപോകും. ഹല്ലേലൂയ. എന്നാൽ ദൈവഹിതം, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ മാൻ വളരണമെങ്കിൽ നമ്മൾക്ക് സ്പിരിച്വൽ മെച്യൂരിറ്റി വേണം. എന്നെ ഉൾപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അനേകർ ജഡത്തിന്റെ ചിന്തകളിൽ അനേക ദുഷ്ടതരങ്ങൾ ചെയ്തു. ദൈവത്തിന് പ്രസാദമായി ജീവിച്ചവർ പോലും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ട ഗതി വന്നു. ഹല്ലേലൂയ. റോമാലേഖനം 8:28-29 പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ അവൻ മുന്നറിഞ്ഞു തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകണം. അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകണമെങ്കിൽ ദൈവമക്കളെ ആ കർത്താവിന്റെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നമ്മൾ അനുരൂപരാകണം. ഹല്ലേലൂയ. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, നമ്മളെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഹല്ലേലൂയ നമ്മളെ കുറിച്ച് കർത്താവ് പദ്ധതി ഇട്ട് കഴിഞ്ഞു, പ്ലാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം അറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബുദ്ധി അബലമാകുവാൻ, നമുക്ക് അതിനെ ജയിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കൂടുതൽ സമയം, നമുക്ക് എത്ര ടൈം കിട്ടുന്നോ അത്രയും സമയം, ഇഫ് യു ആർ നോട്ട് റിസീവ്ഡ് അതർ ടങ്സ് പ്രേയർ, ഹല്ലേലൂയ, ഞാൻ നമ്മൾ അത് ഫ്രൈഡേ പ്രേയേഴ്സ് ഉണ്ടായിരുന്നു, അതർ ടങ്സിന്റെ അതൊക്കെ നിന്നുപോയി. അത് അന്യഭാഷ വരം ലഭിക്കേണ്ടവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേക ഒരു സെഷൻ വെക്കാം ഞാൻ ആഗ്രഹിക്കുന്ന. കാര്യം ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ നമുക്ക് കർത്താവിന്റെ അന്യഭാഷയിൽ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയ. അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ us. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകൾ നമ്മൾ പണിയപ്പെടുന്നുവോ അതിനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. 2 കൊരിന്ത്യർ 10:5 പറയുന്നു: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. ഹല്ലേലൂയ. നമ്മുടെ ബ്രെയിൻ എന്താണ് ഈ 24/7 ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമകളെ? ഹല്ലേലൂയ. നമ്മൾ എന്താണ് ഈ 24/7 നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത്? അതാണ് നമുക്ക് ചിന്തകളായിട്ട് വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്താ മണ്ഡലത്തെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് വചനത്തിന് മാത്രമേ നമ്മുടെ ചിന്തകളെ take every thought captive to obey Christ. Hallelujah. നമ്മൾ ഹീബ്രു റൂട്ടിൽ നമ്മൾ ചിന്തിച്ചാല് നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ വാക്കുകളായി മാറുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളാണ് വാക്കുകളായി മാറുന്നത്. Words become
ആക്ഷൻസ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളാണ് ആക്ഷൻസ് ആയിട്ട് മാറുന്നത്. ആക്ഷൻസ് എന്തായി മാറും? ഹാബിറ്റ്സ് ആയി മാറും. ഹാബിറ്റ്സ് എന്തായി മാറും? ആ ഹാബിറ്റ്സ് ആണ് നമ്മുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത്. ഹാബിറ്റ്സ് ആണ് നമ്മുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത്. ആ ക്യാരക്ടറാണ് നമ്മളെ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 4:23 പറയുന്നത്, കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. Hallelujah. From it flows the sword, from it flows the springs of life. ജീവന്റെ ഉറവ അത് ഹൃദയത്തിൽ നിന്നാണ് ഒഴുകുന്നത്. Hallelujah. എവിടെയാണ്? Because the heart is the source of your thoughts. നമ്മുടെ intentions, നമ്മുടെ decisions എല്ലാം ഹാർട്ടിൽ നിന്നാണ്. യെരമ്യാ പ്രവചനം 29:11 നോക്കിക്കേ. For I know the thoughts that I think towards you. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. നമ്മൾ പരിശുദ്ധാത്മാവിന് മുഴുവൻ കൺട്രോൾ എന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഡാഡി, I am crucified with Christ, not I who lives, Christ is living in me, so let my mind be, hallelujah, the mind of Christ. ക്രിസ്തുവിന്റെ മനസ്സുള്ള ഒരു മനസ്സാക്കി എന്റെ മനസ്സിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ചില് നമ്മുടെ അഭിഷിക്തൻ ശുശ്രൂഷയിൽ പറയുകയുണ്ട് ക്രോസ് ഓവറിനെ കുറിച്ച്. ഹല്ലേലൂയ. നമ്മൾ എന്താ പറയാ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പല ബൗണ്ടറീസ്, പല ടെറിട്ടറീസ് നമ്മൾ ക്രോസ് ഓവർ ചെയ്യുന്ന സമയമാണ്. ഹല്ലേലൂയ. നമ്മുടെ യോശുവ പുസ്തകം 3:13 നമ്മൾ വായിക്കുമ്പോൾ, സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ ഹല്ലേലൂയ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളം ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം പോലെ ചിറ പോലെ നിൽക്കും. ഹല്ലേലൂയ. ആ പെട്ടകം എന്താണ് കാണിക്കുന്നത് മക്കളെ? ഇറ്റ് ഈസ് എ ഗ്ലോറി, ഇറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് ഗോഡ്. വിശ്വാസത്താൽ ദൈവവചനം അനുസരിക്കുമ്പോൾ ആ ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് വരുമ്പം അവിടെ ഗ്ലോറി ആക്ടിവേറ്റഡ്, ഗ്ലോറി ശക്തമായി അവിടെ ഇറങ്ങും. ദൈവത്തിന്റെ സാന്നിധ്യം, ആ ഗ്ലോറി അവിടെ ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ എന്തൊക്കെ നാച്ചുറൽ ആയിട്ട് പോകുന്ന കാര്യവും ഹല്ലേലൂയ it should change, because our presence, our glory വരുന്നത് hallelujah from the creator. When the creator commands, the creation should obey. hallelujah. ഈ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ യോർദാനെ നമ്മൾ വിശ്വാസത്താൽ ചവിട്ടുക. അത് അവിടെ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ കടഭാരമാണോ, ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണോ, ഫാമിലി പ്രോബ്ലംസ് ആണോ, ഹലബശിക്കോ സ്പിരിച്വലി വളരാൻ കഴിയുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര ദേവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും പല വിഷയങ്ങളുടെ മേലും ഒരു ബൗണ്ടറി, എന്താ പറയാ, ഒരു ബൗണ്ടറി കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഹല്ലേലൂയ ആ പുരോഹിതന്മാരുടെ കയ്യിലുണ്ടായിരുന്നത് പെട്ടകമാണ്. When the glory comes, hallelujah, എല്ലാ എന്താ പറയാ തടസ്സങ്ങൾ അവിടെ നീങ്ങിപ്പോകും. കര കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു നദി കര കവിഞ്ഞ് ഒഴുകുക എന്ന് പറഞ്ഞാൽ അത് ക്രോസ് ചെയ്യാൻ നാച്ചുറൽ റിയലിറ്റി നമ്മൾ നോക്കിയാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഹല്ലേലൂയ. ഇപ്പോ ഈ റിവർ, യോർദാൻ റിവർ എവിടെ നിന്നാണ് ഒഴുകുന്നത്? ഇറ്റ് വാസ് ആ വിൽഡർനെസ്സിൽ നിന്ന്, ആ എന്താ പറയാ ഒരു ഹെർമോൻ നദിയിൽ നിന്ന്, ആ മൗണ്ട് ഹെർമോനിൽ നിന്ന് ഒഴുകി ഗലീല വഴി യോർദാന്റെ വാലി വഴി അത് നേരെ ചെന്ന് വീഴുന്ന ഡെഡ് സീലാണ്. ഹല്ലേലൂയ. ഇറ്റ് കണ്ടിന്യൂസ്. എന്താ പറയാ, ഹ്യൂമൻ മീൻസ് ഭൂമിയുടെ ലോ വെച്ച് നോക്കുമ്പോൾ ആ ഗ്രാവിറ്റി അനുസരിച്ച് അത് ഒഴുകുകയാണ്. അത് കൊയ്ത്തുക. നമ്മൾ ആ വർഷം വായിക്കുമ്പോൾ യോശുവ 3:15 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ മേൽ വക്കത്ത് മുക്കിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ഹല്ലേലൂയ. ആക്ച്വലി ഈ മൗണ്ട് ഹെർമോന്റെ മുകളിൽ വലിയ മഞ്ഞ് കൂടി കിടക്കും ആ സമയങ്ങളില്. അത് ഹല്ലേലൂയ ഉരുകി താഴേക്ക്
വന്നാണ് ഈ യോർദാന്റെ നദി കവിഞ്ഞൊഴുകുന്നത്. ഹല്ലേലൂയ. ആ സമയത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഹല്ലേലൂയ. കർത്താവ് അവരെ ആ വഴിയിലൂടെ കൊണ്ടുവന്നത് എന്തിനാണ്? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പവർ അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിന്റെ തൊട്ടപ്പുറത്താണ് അവർ വാഗ്ദത്ത ദേശത്തേക്ക് കയറാൻ പോകുന്നത്. ഹല്ലേലൂയ. അദുരസിക്കാർ യോർദാൻ നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂലത്തെ ഹല്ലേലൂയ മറികടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭയന്ന് നിൽക്കുന്ന ദൈവ പൈതലെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, faithfully you go forward. ഹല്ലേലൂയ. പുരോഹിതന്മാരെ പോലെ ഹല്ലേലൂയ വിശ്വാസത്താൽ ഹല്ലേലൂയ ദൈവശക്തിയോടെ ഹല്ലേലൂയ ഗ്ലോറി carry ചെയ്ത ഹല്ലേലൂയ ആ പാദങ്ങൾ ഹല്ലേലൂയ വിഷയത്തിന്റെ മേൽ ചവിട്ടുമ്പോൾ ഹല്ലേലൂയ അത് നീങ്ങിപ്പോകും. ഹല്ലേലൂയ. ഹെർമോൻ മഞ്ഞ് ഉരുകി അത് അവിടെ ഒരു വലിയൊരു ഒഴുക്കായി മാറുകയാണ്, നിറഞ്ഞ് കവിഞ്ഞ അവസ്ഥയിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അത് അപ്സ്ട്രീമിൽ നിന്ന് താഴേക്ക് വരുന്നു, വെള്ളം കൂമ്പാരമായി കൂടുന്നു, എന്നിട്ട് താഴെയുള്ള വെള്ളം ചാവുകളിലേക്ക് ഒഴുകുന്നു. ഹല്ലേലൂയ. താഴെയുള്ള വെള്ളം കടന്നു പോയതിനു ശേഷം ആ നദി വരണ്ടുപോയി. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം യെശയ്യാപ്രവചനം 41:18-19 നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ താഴ്വരകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും, മരുഭൂമിയിൽ ഞാൻ നീർപ്പോകുകയും വരണ്ട നിലത്തെ നീറവുകളുമാക്കും. ഹല്ലേലൂയ. അതുപോലെ ഹരബശിക്കോ റസ്യ വരണ്ട നിലത്തെ നദിയാക്കാനും നദിയെ വരണ്ട നിലമാക്കുവാനും സ്വർഗത്തിലെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടെ അപ്പുറത്ത് കടന്നു. ഹല്ലേലൂയ. ദൈവങ്ങളെ, ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ ഭൂമി പറഞ്ഞു, നാച്ചുറൽ ആ ഗ്രാവിറ്റി പറഞ്ഞു. ഹല്ലേലൂയ. ഭൂമിയുടെ ലോ പറഞ്ഞു. ഹല്ലേലൂയ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്രോസ് ഓവർ. പക്ഷേ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗത്തിലെ കർത്താവ് പറയുന്നു, when the glory hallelujah comes, what is unstoppable hallelujah will stop. Hallelujah. In the mighty name of Jesus Christ. Oh Rikarabarasya, God's glory is revealed after the obedient faith. Hallelujah. Crossover വിശ്വാസത്താൽ മറികടക്കുക, വിശ്വാസത്താൽ കാൽ വെക്കുക. ഹല്ലേലൂയ. റീമാരസ്യ വിശ്വാസത്താൽ ആ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകും. This July month you are going to have a crossover. Hallelujah. നമുക്ക് പറ്റില്ല, നമ്മളെ ഇനി ഈ ഇതിന്റെ മുകളിലേക്ക് നീ പോകത്തില്ല, നീ വാഗ്ദത്തത്തിലേക്ക് കയറില്ല. ഓ റീമാരസ്യ നമ്മളോട് വാദിക്കുന്ന എല്ലാ ദുഷ്ട അന്ധകാര ശക്തികളെ, എല്ലാ ലോകത്തിന്റെ ശക്തികളെ break it in the mighty name of Jesus Christ. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഹല്ലേലൂയ, ജോബിന്റെ മണ്ഡലത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ആരോഗ്യത്തിന്റെ മണ്ഡലത്തിൽ ഹല്ലേലൂയ, ഫൈനാൻഷ്യൽ ഏരിയ, ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലുള്ള എല്ലാ ബോണ്ടേജസും I break it in the mighty name of Jesus Christ. കർത്താവേ, ഇന്ന് രാത്രി വലിയൊരു വിടുതൽ പരിശുദ്ധാത്മാവ് വായിക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മള് 30 ആയി. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർധനയ്ക്ക് വേണ്ടി AD 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശ്വാസി ഉണ്ടായിരുന്നു, ഗ്രിഗോറിയസ് എന്ന് പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അത് ടർക്കിയിലാണെന്ന് തോന്നുന്നു. ആ ദേവദാസൻ ഹല്ലേലൂയ ആ ദേശത്ത് വന്നപ്പോൾ ആകെ 17 ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദേവദാസൻ ഹല്ലേലൂയ ഒരുപാട് മിറക്കിൾസ് ആ ടർക്കി ദേശത്ത് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു സമയത്ത് ലൈക്കസ് എന്ന് പറഞ്ഞൊരു നദിയുണ്ട് അവിടെ. ഹല്ലേലൂയ. ആ മഴ സമയത്ത് ഇതുപോലെ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകുന്ന അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. ഈ ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് ടർക്കിയിലുള്ള സകല വീടുകളും അവരുടെ എല്ലാ പക്ഷി മൃഗാദികൾ, അവരുടെ കൾട്ടിവേഷൻ എല്ലാം നശിച്ചു പോയി, ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ ദൈവ പുരുഷൻ ആ ടർക്കിയിൽ വന്നതിന് ശേഷം ഹല്ലേലൂയ അദുരസിഖറബ താൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ ലൈക്കസ് എന്ന് പറഞ്ഞ നദിയുടെ നടുവിൽ ഒരു വടി പ്രാർത്ഥിച്ച് അധികാരത്തോടെ കുത്തിവെച്ചു. ഹല്ലേലൂയ അദുരസിഖറബ. ആ നദിയുടെ ആ ഫ്ലഡ് മാറി ആ നദി സാധാരണ നോർമലായിട്ട് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ആ ദേശത്തെ ആ കർത്താവ് വിടുവിച്ചത് കാരണം അനേകർ ക്രിസ്ത്യാനികളായി തീരുവാൻ ഇടയായത് കേട്ടു. ഹല്ലേലൂയ. ഞാൻ എന്താ പറയുക, ഞാൻ ഞെട്ടിപ്പോയത് കേട്ടപ്പോൾ. ഹല്ലേലൂയ. ആ
ദേവദാസൻ ജീവിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് നെറ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും തോന്നും, ഗ്രിഗോറിയസ് എന്നാണ് പേര്, 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ഇത്രയും അത്ഭുതങ്ങൾ നടന്നിരുന്ന കാലത്ത്, അന്ന് ഇത്രയും നടന്നെങ്കിൽ ഇന്ന് എത്രമാത്രം അത്ഭുതങ്ങൾ നമ്മളിൽ ഓരോരുത്തരോടെയും നടക്കേണ്ടതാണ് ദൈവമക്കളെ. നമ്മുടെ മേൽ കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ നദി ഇതുപോലെ യോർദാൻ കവിഞ്ഞൊഴുകുന്ന അവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. ആ ജനം മുഴുവൻ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കൊണ്ട് എല്ലാവരും അങ്ങനെ, ആ വ്യക്തി ദൈവപുരുഷൻ മരിക്കുന്നതിന് മുന്നേ, അതുപോലെ അവരുടെ ചർച്ച് അത്രയും ജനം വന്ന് കൂടി ആ ചർച്ച് എക്സ്പാൻഡ് ചെയ്ത് വലിയൊരു ചർച്ചാക്കി പണിയാൻ വേണ്ടി അവർ ഇരിക്കുമായിരുന്നു. പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഒരു മല പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ ദൈവപുരുഷൻ അവിടെ പോയി പ്രാർത്ഥിച്ചു. ശക്തമേറെ കുറെ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് മാറുവാനിടയായി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ദൈവപുരുഷനിലൂടെ നടന്നു. അതിൽ അനേകർ അങ്ങയുടെ മരണസമയത്ത് കുറച്ച് വിരൽ എണ്ണാവുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ദേശത്ത് ക്രിസ്ത്യാനികളായി തീർന്നു. ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ, ഇതാണ് കിങ്ഡത്തിന്റെ അധികാരത്തിൽ നമ്മൾ ഹല്ലേലൂയ നമ്മൾ ആത്മമണ്ഡലത്തിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മിറക്കിൾസ് ആഫ്റ്റർ മിറക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഭൂമിയുടെ മേൽ നമുക്ക് അധികാരമുണ്ട്, നദികളുടെ മേൽ, ദേശത്തിന്റെ മേൽ, എന്താ പറയാ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് വാഴുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ വാഴുവാനുള്ള അധികാരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വചനത്തിൽ, ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഗ്ലോറി റലത്തിലേക്ക് കയറണം. ഗ്ലോറി റലത്തിൽ നമ്മൾ കയറിയാൽ അത് ഫെയ്ത്ത് റലം, അനോയിന്റ്മെന്റ് റലം പോലെ അല്ല. ഹല്ലേലൂയ. എവറിത്തിങ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഗ്ലോറി റലം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാതെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഗ്ലോറി റലത്തിന് ഓപ്പൺ ആയിട്ട് വരും. ഹല്ലേലൂയ. സോ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ കേട്ട സാക്ഷ്യവും ഈ വചനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടാക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും. ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ ചിന്തകളെ, ദിവസങ്ങൾ, ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ പ്രവൃത്തികളെ, ഞങ്ങളുടെ ശീലങ്ങളെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ക്യാരക്ടറിനെ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമാക്കണമേ കർത്താവേ. ഈ ദിവസങ്ങൾ ഞങ്ങൾ അതിനുള്ള വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ഉണർവിനായി കർത്താവ് ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട് എല്ലാ ദൈവമക്കളുടെ മേലും കർത്താവേ, ഈ ജൂലൈ മന്തില് ലെറ്റ് many miracles happen. ഹല്ലേലൂയ. അവരുപോലെ ചിന്തിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കർത്താവ്. ഈ ദിവസങ്ങൾ let them be lifted up high. Oh Rima, let their heads be lifted up. Let miracles after miracles happen in their life, in their job place, in their workplace, in their family place. Oh Rima Rasya, our study area ella കർത്താവേ, ഹല്ലേലൂയ, അപ്രകാരം അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, ഗ്ലോറി റലത്തിൽ തന്നെ ഞങ്ങൾക്ക് ആയിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധാത്മാവിനാൽ ഓരോ നിമിഷവും ഞങ്ങൾ നയിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനയാചനയെ പറ്റിക്കിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ